ഫഡ്ജി ബ്രൗണി കേക്ക് കഴിച്ചിട്ടുണ്ടോ? ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ സ്പോഞ്ചി അല്ലാത്ത ഒരു ഫഡ്ജ് കേക്കാണ്. ബ്രൗണിയുടെയും ഫഡ്ജിന്റെയും കേക്കിന്റെയും കോമ്പിനേഷനിൽ വരുന്ന ഒരു സ്പെഷ്യൽ കേക്കാണ്. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ക്രീമോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. കുറഞ്ഞ തീയിൽ മെൽറ്റാക്കാം. ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ആ സമയത്ത് നമ്മുടെ ഓവൻ സെറ്റപ്പ് ചൂടാക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. സാധാരണ അലൂമിനിയം പാത്രമാണ്. റിങ്ങും ഇറക്കി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് മുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ പതപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലൊരു വൈറ്റ് കളർ ആവുന്നവരെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു പതഞ്ഞ ടെക്സ്ചറൊക്കെ മാറി നല്ലൊരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും ബട്ടറും കൂട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ കമൻസ് ആണ് എൻ്റെ ശക്തി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ പിടിച്ച് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ശകലം ബേക്കിംഗ് സോഡയാണ് കേട്ടോ. 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഫഡ്ജാണ്. കേക്ക് പോലെ ഒരുപാട് സ്പോഞ്ചി ആവരുത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര മാത്രം ചേർത്താൽ മതി. അത്ര തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, 1/8 ടീസ്പൂൺ. ഇനി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് ഇളക്കി അങ്ങ് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് പതുക്കെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനം ഒരു 1/2 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം. അവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ. ഒരു 7 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് തിക്കല്ല, എന്നാൽ ഒത്തിരി അങ്ങ് ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ്. പോറിങ് കൺസിസ്റ്റൻസി ആയിരിക്കണേ. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോക്കിയതിന് ശേഷം, അധികം എയർ ബബിൾസ് ഉണ്ടാവില്ല എന്നാലും ഒന്ന് ചെറുതായിട്ടുണ്ടാവും. ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്തതല്ലേ. അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്കോ ചിപ്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചോക്ലേറ്റ് ഫഡ്ജിൽ വൈറ്റ് ചോക്കോ ചിപ്സ് വരുമ്പോഴത്തേക്കും. അത് ബാറ്ററിൽ ഇടാം കേട്ടോ. ഞാൻ ഇടാനായിട്ട് വിട്ടുപോയതാണ്. ബാറ്ററിലും ഇടയ്ക്കിടയ്ക്ക് കിടക്കുമ്പോൾ നല്ല ടേസ്റ്റായി. ഇത് കേക്ക് കഴിക്കുമ്പോൾ ഇതിങ്ങനെ കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് അടച്ചു വെച്ചിട്ട് 25 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സ് വെച്ച് പിന്നെ 170 ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചർ ഒന്ന് കുറച്ചിട്ട് ഒരു 20 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ്റെ ടൈമും ടെമ്പറേച്ചറും ഒക്കെ ഓവനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു മൊത്തത്തിൽ 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വൈറ്റ് കളർ ചോക്കോ ചിപ്സൊക്കെ കൂടി ചെറിയൊരു യെല്ലോ കളറിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് വെക്കാം. ഒരു തുണി ഇട്ടങ്ങ് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് കത്തി വെച്ച് സൈഡിൽ കൂടെ ഒന്ന് പിടിയിച്ച് കൊടുത്ത് ഒന്ന് തിരിച്ചിട്ട് തട്ടി കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അത് ഇങ്ങനെ 3ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ച് വെച്ചും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഭയങ്കര സ്പോഞ്ചി അല്ല, ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നില്ല. പ്രത്യേക ടെക്സ്ചറുള്ള ഒരു കേക്കാണത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പരിപ്പൊക്കെ കിടക്കുന്ന പോലെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, കേക്കിൻ്റെ ഒരു ടെക്സ്ചർ അല്ല. കേക്കാകുമ്പോൾ ഭയങ്കര സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും. ഇത് അത്രയും അങ്ങോട്ട് സ്പോഞ്ചിയും അല്ല, അത്രയും അങ്ങോട്ട് ഒരുപാട് അങ്ങ് ച്യൂയും അല്ലാത്ത ഒരു ടെക്സ്ചർ ആയിരിക്കും. മുറിക്കുമ്പോൾ ഒക്കെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. നമ്മൾ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തില്ല. ബേക്കിംഗ് സോഡ പേരിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ, ചേർത്തു എന്ന് പറയാൻ വേണ്ടി മാത്രം. എന്നിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. കഴിക്കട്ടെ. നല്ല ചോക്ലേറ്റിയാണ്. ചെറുതായിട്ടൊരു ച്യൂയി ആയിട്ടൊരു ടെക്സ്ചർ. അത് പ്രത്യേക രുചിയായിട്ടോ ആ ഒരു ച്യൂയിനെസ് വരുമ്പോൾ. എന്നാൽ ഒത്തിരി അങ്ങോട്ട് ഇങ്ങനെ പല്ലിൽ ഇങ്ങനെ ഒട്ടിപ്പോകുന്ന അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ആ ഒരു ചോക്കോ ചിപ്പ് കടിക്കുമ്പോൾ അടിപൊളിയാട്ടോ. അത് ഉള്ളിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാവുമായിരുന്നു കാണാനും കഴിക്കാനും. അതെ, അപ്പോൾ ഞാനത് വിട്ടുപോയതുകൊണ്ട് അത് ഇടാൻ മറക്കല്ലേ. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.